യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 63-ാം വാക്യം. യജമാനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. പ്രിയമുള്ളവരെ, വളരെ ഭയത്തിൻ്റെയും നടുക്കത്തിൻ്റെയും അനുഭവത്തിൽ പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എങ്ങനെയെങ്കിലും തടയണം എന്നുള്ളത് മനസ്സിൽ നിരൂപിച്ച് കാവൽക്കൂട്ടത്തെ ആക്കുവാൻ തക്കവണ്ണം അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ വാസ്തവമായിട്ടും ന്യായപ്രമാണങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടർന്നു പോന്ന ഈ പീലാത്തോസിൻ്റെ ആളുകൾക്കും പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതും യേശു കർത്താവ് മഹാദൈവമാണെന്നുള്ളതും ഉള്ളിൽ അറിയാമായിരുന്നു. എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കുവാൻ, വകവെച്ചു കൊടുക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇന്നും ഈ ലോകത്തിൽ നാം കേൾക്കുന്നത് യേശുവിനെ വഞ്ചകനെന്നും കള്ളനെന്നും ചതിയനെന്നും ഒക്കെ വിളിക്കുന്ന ഒരു കൂട്ടരെ കാണുവാൻ സാധിക്കും. എന്നാൽ സത്യം യേശു ദൈവമാണ്, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, പിതാവായ ദൈവം, പുത്രനാം ദൈവം. ഈ പുത്രനായ ദൈവത്തിന് സകലവും സാധ്യമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കുവാനും വകവെച്ചു കൊടുക്കുവാനും ആർക്കും സാധിക്കാത്തത് കൊണ്ടും മനസ്സൊരുക്കമില്ലാത്തത് കൊണ്ടുമാണ് പലരും കർത്താവിനെ നിഷേധിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തെ AD എന്നും BC എന്നും 2000 തിരിക്കുവാൻ തക്കവണ്ണം കാരണമായ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾ അത് സത്യമാണ്, ചരിത്ര സംഭവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശ്വസിക്കുക, ഏറ്റുപറയുക, കർത്താവ് നിങ്ങളുടെ രക്ഷകനും കർത്താവുമാണ്. കർത്താവ് വീണ്ടും വരും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, വചന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.